മുതുവാൻ ഗോത്രഭാഷ കവിത 4ാം ക്ലാസ്സിലെ മലയാള പാഠാവലിയിൽ ഇടം നേടി. നഞ്ച് എന്ന കവിത എഴുതി ഇടുക്കി കവി ക്രിസ്റ്റി ഇലക്കണ്ണൻ കൊല്ലം പ്രാക്കുളം ഗവൺമെന്റ് LP സ്കൂളിൽ കുട്ടികളുമായി സംവദിച്ചു. തോട്ടിൽ നെഞ്ച് കലക്കിയാര് ആദ്യം കെല്ലാമുട്ടി ചത്തുപൊങ്ങിയത്, പിന്നെ ആരാൻ വെട്ടുവാൻ പള്ളത്ത് വാള മൂശി കോല മുതുക്കില മുള്ളിയൊക്കെ ചത്തുപൊങ്ങിയത്, ഒക്കെ കഴിഞ്ഞപ്പിന തോടും ചത്തുപൊങ്ങിയത്. ആദിവാസികളിൽ മുതുവാൻ ഗോത്രവർഗത്തിൽപ്പെട്ട B.Ed വിദ്യാർത്ഥിയുടെ കവിതയാണ് നഞ്ച്. വാമൊഴിയായ മുതുവാൻ ഗോത്രഭാഷയ്ക്ക് പ്രത്യേക ലിപിയില്ല, തമിഴുമായി സാമ്യമുണ്ട്. ആദ്യമായി മുതുവാൻ ഗോത്രഭാഷയിലെ കവിത പാഠപുസ്തകത്തിൽ ഇടം നേടി. തോട്ടിൽ നഞ്ചു കലക്കി മീൻ പിടിക്കുന്നതിൻ്റെ പാരിസ്ഥിതിക ആഘാതത്തെക്കുറിച്ച് നഞ്ചെന്ന കവിത മുതുവാൻ ഗോത്രഭാഷയിൽ വിദ്യാർത്ഥികളെ പഠിപ്പിക്കുന്നു. വിഷം പുഴയിലിട്ടാൽ മീനുകളൊക്കെ ചത്തുപൊങ്ങും, അതിൻ്റെ കൂടെ പുഴയും ചത്തുപൊങ്ങും. പുഴ ചത്തുപൊങ്ങിയാൽ നമ്മളുമില്ല, പുഴ ചത്തുപൊങ്ങിയാൽ പിന്നെ നമ്മളുമില്ല. അങ്ങനെ ഞാൻ മുമ്പൊന്നും കേട്ടിട്ടില്ല, ആദ്യമായിട്ടാണ് ഇതിപ്പം. അപ്പോൾ സന്തോഷമുണ്ട് ഇങ്ങനെ വന്ന് ഒരു കവി വന്ന് ഞങ്ങളുടെ സ്കൂളിൽ പാടിയത്. ക്രിസ്റ്റി ഇലക്കണ്ണൻ്റെ നഞ്ച് എന്ന ഈ കവിത പാരിസ്ഥിതിക പ്രശ്നങ്ങളെക്കുറിച്ച് അവബോധമുണ്ടാക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു രചനകളിൽ ഒന്നാണ്. പാഠപുസ്തകത്തിൻ്റെ ഭാഗമായി കുഞ്ഞുങ്ങളിത് പഠിക്കുന്നു. ഞങ്ങളുടെ വിദ്യാലയത്തിന് ചുറ്റുമുള്ള 3 ഭാഗവും അഷ്ടമുടിക്കായലാൽ ചുറ്റപ്പെട്ട വിദ്യാലയമാണ് ഇത്. ഇവിടെ അങ്ങേയറ്റം പ്രാധാന്യമുള്ള ഒരു വിഷയം കൂടിയാണ് ഈ കവിത അവതരിപ്പിക്കുന്നത്. ഈ കവിത ഉൾപ്പെടുത്തിയ പൊതുവിദ്യാഭ്യാസ വകുപ്പിനും കവിത എഴുതിയ ക്രിസ്റ്റി ഇലക്കണ്ണനും എല്ലാവിധ ആശംസകളും നേരുന്നു. തൻ്റെ ഗോത്രത്തെയും ഗോത്രഭാഷയും പരിചയപ്പെടുത്തുകയാണ് തൻ്റെ ലക്ഷ്യമെന്ന് ക്രിസ്റ്റി ഇലക്കണ്ണൻ കൈരളി ന്യൂസിനോട് പറഞ്ഞു. എൻ്റെ ഗോത്രത്തെക്കുറിച്ച് ഒരു കവിതയിലൂടെ ആണെങ്കിൽ അറിയാൻ സാധിച്ചൊരു സന്തോഷമുണ്ട്. കേരളത്തിലെ ഗോത്ര മേഖലയിലെ കഥകളും കവിതകളൊക്കെ ഉൾപ്പെടുത്തുക എന്നുള്ളത് ഒരു മുന്നേറ്റം തന്നെയാണ്. അതിന് സഹായിച്ച കേരള ഗവൺമെൻറ്റാണ്. വലിയ നന്ദിയുണ്ട്, സ്നേഹമുണ്ട്. അത് സ്വന്തം ഗോത്രഭാഷയാണല്ലോ, നമ്മുടെ ഭാഷ നശിച്ചിട്ട് പോകരുതല്ലോ, അപ്പോൾ അത് സംരക്ഷിക്കണം എന്നുള്ളൊരു ആവശ്യം കൂടി ഉണ്ട്. തമിഴ്നാട്ടിൽ നിന്ന് 5 നൂറ്റാണ്ട് മുമ്പ് കുടിയേറിയവരാണ് ക്രിസ്റ്റി ഇലക്കണ്ണൻ്റെ പിൻഗാമികൾ. ഇലക്കണ്ണൻ പത്മ ദമ്പതികളുടെ മകനാണ് ക്രിസ്റ്റി ഇലക്കണ്ണൻ. 3ാം ക്ലാസ് മുതൽ കവിത എഴുതി തുടങ്ങി. ക്രിസ്റ്റിയുടെ രചനകളിലേറെയും ചൂഷണത്തിനും പരിസ്ഥിതി നശീകരണത്തിനും എതിരെ. സ്ട്രീറ്റ് ലൈറ്റ്, കറുപ്പ്, അമ്മ തുടങ്ങിയവ പ്രധാന കവിതകൾ. 5ഓളം കവിതകൾ മുതുവാൻ ഭാഷയിലെഴുതി മലയാളത്തിലേക്ക് തർജ്ജമയും ചെയ്തു. ഇതാണ് നമ്മുടെ രാജ്യത്തിൻ്റെ വൈവിധ്യമെന്ന് പറയുന്നത്. ഹിന്ദി ഭാഷ മതി, ഇംഗ്ലീഷ് വേണ്ട എന്ന് ഇന്നത്തെ സമൂഹത്തിൽ ചിലർ പറഞ്ഞ് പഠിപ്പിക്കാൻ ശ്രമിക്കുമ്പോഴാണ് നമ്മുടെ പാഠപുസ്തകത്തിൽ ഇതുപോലെയുള്ള മുതുവാൻ എന്നൊരു ഗോത്രവർഗത്തിൻ്റെ ലിപി ഇല്ലെങ്കിൽ പോലും അങ്ങനെ ഒരു ഭാഷയുണ്ട് എന്ന് അവതരിപ്പിക്കുകയും കുട്ടികളെ പഠിപ്പിക്കുകയും ചെയ്യുന്നത്. ക്യാമറമാൻ അയ്യപ്പദീപിനൊപ്പം രാജ്കുമാർ.